ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷ സ്വാതന്ത്ര്യ ആശംസകൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റാണെന്ന് ഓഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ഞാനേ ഈ സാധനം കണ്ടോ, ഉള്ളിൽ തടപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നോസ് സ്ട്രിപ്പ് എന്നും പറഞ്ഞിട്ട് ഇത് നമുക്ക് ജലദോഷമുള്ളപ്പം കാക്ക ഓർഡർ ചെയ്തതേനി. അതായത് നമുക്ക് മൂക്കടപ്പിന് ഇത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നും പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷെ വാങ്ങിയത് മാറിപ്പോയി. ഇതല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യണം. എന്നിട്ട് ഇത് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ നോക്കുക. ഇങ്ങനെയാണ്. ഇതാണ് രസം തോന്നുന്നുണ്ട്. നമുക്ക് ഇത് പറിക്കുക ആദ്യം. ഇങ്ങനെയൊക്കെ അല്ലേ ഇത്, എനിക്കറിയില്ല. കിട്ടും. കിട്ടിയില്ല. കിട്ടി. അങ്ങനല്ലേ തോന്നുന്നുണ്ട്. അത് കുറച്ചുകൂടി കേറ്റോട്ടിക്കിടാൻ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പം അതിപ്പോൾ കണ്ടിട്ട് മറ്റേ CID മസാല രജിസ്ട്രേഷൻ പോലെ ഉണ്ടായി. ഇവിടെ കുരു ഉണ്ടാകണ്ട. കുരു പിന്നെ എല്ലായിടത്തും ഉണ്ട്. സോ നമ്മളിപ്പോൾ പറയാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനമല്ലേ ഇന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതായത് നമ്മൾ ചെറുപ്പകാലത്തിലുള്ള സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിൽ പോണ സമയത്ത് ഒരു ലോഡ് സാധനം മേടിക്കും. കുറേ വള മേടിക്കും, വള ഇടും. പിന്നെ ഈ കുത്തുന്ന ക്ലിപ്പില്ലേ, അതൊക്കെ ഇഷ്ടം പോലെ മേടിക്കുക. പിന്നെ കയ്യുമൊക്കെ ഇടണതും തലമൊക്കെ ഇടണതും തൊപ്പി തന്നെ പല ഇതുണ്ട്. കുറച്ച് വട്ടേനി ആ സമയത്ത് വെറുതെ അങ്ങനത്തെ കുറേയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇലാമുനെ സ്കൂളിൽ വിടുന്ന സമയത്ത് ജസ്റ്റ് ഒരു ക്ലിപ്പും പിന്നെ ഒരു ഫ്ലാഗും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓളെ പരിപാടി കഴിഞ്ഞ് രാവിലത്തെ പരിപാടി ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഫുഡൊക്കെ കഴിച്ച് ഓള് കിടന്നുറങ്ങി. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കിട്ടുമായിരിക്കും. എൻ്റെ അറിവിൽ ആ സംഭവങ്ങളൊന്നും ഇല്ല. നോക്കട്ടെ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വൈറലാകുമ്പോൾ മീൻസ് കുറച്ചുകൂടി ആൾക്കാർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. മറ്റേ ഡോക്ടർ റോബിനില്ലേ, ഓനെ പണ്ടേ ഉടായ്പാണ്. എനിക്കൊരു പണ്ടേ ഇഷ്ടമല്ല. ബിഗ് ബോസിൽ വന്ന ഉടനെ തന്നെ എനിക്ക് എന്തോ മര്യാദ, ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, വെറുതെ കിടന്നിട്ട് ആൾക്കാർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, വെറുതെ കച്ചറ ഉണ്ടാക്കുക. ബിഗ് ബോസിൽ ആ ഒരു ഗെയിമില്ലേ, അതായത് വെറുതെ ഒച്ച ഉണ്ടാക്കി ആൾക്കാരെ ബഹളം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ ഗെയിം സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ളത്, അത് ഈ സാധനം കൊണ്ടുവന്നത്. ഇതിന് ശേഷമാണ് ബാക്കിയുള്ളവർ വരുന്ന അതായത് അത് കഴിഞ്ഞ് വരുന്ന സീസണിലൊക്കെ ഏതെങ്കിലും ഒരു ഗെയിമർ ഉണ്ടാവും വെറുതെയെങ്കിലും വെച്ച് ഉണ്ടാക്കിയോണ്ട്. ഐറ്റങ്ങൾ വേഗം ഔട്ടാവും ചെയ്യട്ടോ. പിന്നെ ഇവനക്ക് ബിഗ് ബോസിൽ കിട്ടാനും നന്നായി. കാരണം എനിക്കിഷ്ടമല്ല അവൻ്റെ ഗെയിം. വെറുതെ വെറുതെ കാറിയിട്ട് ഒരുമാതിരി എങ്ങനെ അതിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് അതിനെ ഇഷ്ടമല്ല. ഇനി ആ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമർ എന്ന് പറയുന്നത് ബ്ലസ്ലിനെ എനിക്ക് ആ ഒരു ടൈമിന് ഇഷ്ടമായിരുന്നു. പിന്നെ അതിൽ തന്നെ വേറെ ആരറിയോ, ബ്ലസ്ലി, പിന്നെ ദിൽഷനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ആ ഗെയിമിൽ. ഞാൻ പറഞ്ഞത് അതിലുള്ള കാര്യം. ബിഗ് ബോസിൽ ഗെയിമർ എന്നുള്ള നിലയിൽ എനിക്ക് ഇഷ്ടം ബ്ലസ്ലി, പിന്നെ റിയാസിൻ്റെ ഓരോ ചില സമയത്തത്തെ കുറേ കോമഡികൾ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ
വന്ന ബിഗ് ബോസിൽ അഖിൽമാരാറിനെ എനിക്ക് ഇഷ്ടമായിരുന്നു അതുപോലെ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇപ്പോൾ വരുന്ന ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ ഒരു അഭിപ്രായം കാര്യങ്ങളൊന്നും പിന്നെ വരുന്ന സോഷ്യൽ മീഡിയയിൽ ഓനെ നമ്മളോട് പറയുന്ന ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും അതെന്തോ അത് താല്പര്യമില്ല. അങ്ങനെ അത് വിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ജനങ്ങൾ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെട്ട ബിഗ് ബോസിൽ പോയി അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമല്ലോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യൂലേ, ആ ആൾക്കാർ ആ ഗെയിമിലുള്ള തന്നെ ഉള്ളൂ. അത് നമ്മൾ ആ ടൈമിൽ ഗെയിമിലുള്ള സമയത്ത് നമ്മൾ ചിലവരെ വെറുക്കുമല്ല, അതായത് ഇഷ്ടപ്പെടാണ്ട് വരുമല്ലേ നമുക്ക്. നമ്മളോലെ എതിർക്കും, ഓലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എതിർക്കും. പക്ഷേ പിന്നെ ഓല് തിരിച്ച് വന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പിന്നെ എന്താ പറയുക, ഇവിടെ നമ്മളെ സൊസൈറ്റി നടക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഓരോരുത്തർ സംസാരിക്കുകയും ഒക്കെ വരുമ്പം നമുക്ക് ബിഗ് ബോസിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് പിന്നീട് ശരിയാണെന്ന് തോന്നുക. ബിഗ് ബോസിൽ നമ്മൾ അന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഒരുമാതിരി ആയിപ്പോലുണ്ട്. ബിഗ് ബോസിൽ നെഗറ്റീവ് നമ്മളെ തോന്നിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അങ്ങക്ക് അറിയാലോ, കളിയല്ലേ. എന്നിട്ടോ ഈ ഡോക്ടർ റോബിന് കുറേ ഞാനിങ്ങനെ ആലോചിച്ച് കുറച്ചോന് 10-34 ലക്ഷമൊക്കെ ഒരാളെടുത്തുന്നേ, ലോണും അല്ല, ഒരാളെടുത്തുനിന്ന് കടം വാങ്ങിക്കുക. അങ്ങനെയൊക്കെ കടം തരാൻ ഓരോരുത്തരുണ്ടല്ലേ അത്രയും പൈസയൊക്കെ. അത് വീട്ടട്ടെ. വേറായൊരു ന്യൂസ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ 18 മാസമായ ഒരു കുട്ടീനെ ചെക്കന് ഓരോ കുടുംബക്കാരെന്നെ കുട്ടി മരിച്ചും ചെയ്തു. ആകെ ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറായിപ്പോയി ആ ന്യൂസ് കേട്ടതിന് ശേഷം. ഭയങ്കരമായിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. എല്ലാ വിഷയങ്ങളും നമ്മളെ ഈ ഇന്ത്യയിൽ നടക്കുന്ന എന്തൊരു വിഷയം ആയിക്കോട്ടെ അതിനൊക്കെ ഇത് നമ്മളെ ഭരണം കൊള്ളൂലായിട്ടാണ്. ഏതൊരു സ്ഥലത്തായാലും അവിടുത്തെ ഭരണം കൊള്ളൂലായിട്ടാണ്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി നമ്മൾ ഇന്ത്യയിൽ തന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മാലിന്യങ്ങളുടെയും കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര മോശമാണ്. നമ്മളോരോ വീഡിയോസൊക്കെ കാണണല്ലേ, ഭയങ്കര മോശം. ചെളിയും ഓൾക്ക് എവിടെയാണ് വേസ്റ്റ് ഇടേണ്ടത്, എവിടെയാണ് ടോയ്ലറ്റ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ. അതൊക്കെ മാറണം. എഡ്യൂക്കേഷനൊന്നുമില്ല പല സ്ഥലങ്ങളിലും, തീരെ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നുമില്ല. വെറുതെ ഇത്ര 10 വരെ പഠിക്കൽ നിർബന്ധമാണെന്നുള്ളത് വെറുതെ പറച്ചിൽ തന്നെ ഉള്ളൂ. അല്ലാണ്ട് എന്തൊരു പേരാണ് തീരെ വിദ്യാഭ്യാസം ഇല്ലാണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കേടുകളാണ്. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ, കുറേ പഠിച്ചേറ്റിങ്ങളും ഉണ്ടല്ലോ ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടുന്നത്, പഠിപ്പിക്കണവരുണ്ടല്ലോ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. എന്തെന്ന് പറയാനാ. ഇപ്പം എന്നെ കാണാൻ ഇങ്ങനെ കണ്ട എന്നെ പൊക്കൂലേ. വഴിയുണ്ട് ചായ മാറ്റാ, ഇങ്ങനെ ചായ മാറ്റി കുത്തിരിക്കുകയാണ്. ഇപ്പം ആവേക്കുമല്ലോ, ഇതിങ്ങനെയാണോ ഉണ്ടല്ലേ? ഐ ഡോണ്ട് നോ, ഐ തിങ്ക് സോ. അതുമല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ എന്തോ ഉള്ളമായി ഇരുന്നിട്ട് കണ്ണൊക്കെ വേദന എടുക്കണം. എടുത്തു നോക്കാല്ലേ. ഇതെന്തത് പറ്റിച്ച നമ്മളെ? എന്താണത്? ഇതിലൊന്നുമില്ലല്ലോ. മനസ്സിലാക്കിയിരിക്കുകയാണ് ഗായ്സ്, ഇതിലൊന്നുമില്ല. അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗായ്സ്.